ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മൈക്രോ തിയറി തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ റിവീൽഡ് പ്രിഫറൻസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. റിവീൽഡ് പ്രിഫറൻസ് RP തിയറം നമ്മൾ പറഞ്ഞു. സ്ട്രോങ് ഓർഡറിംഗ് ആണ്, സ്കെയിൽ ഓഫ് പ്രിഫറൻസ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ലിമിറ്റഡ് ഇൻകം കൊണ്ട് മാക്സിമം റാഷണൽ ബിഹേവിയർ ബേസ്ഡ് ആയിട്ടുള്ള പർച്ചേസിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് അവിടെ ഇൻഡിഫറൻസ് കർവ് ഇല്ല. വേണമെങ്കിൽ ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇൻഡിഫറൻസ് കർവ് ഇല്ല. അവിടെ നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഇല്ലാതെയും, അതായത് അല്ലേ ഡിമാൻഡ് ഇല്ലാതെയും ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ്, അതാണ് ഡിറൈവിങ് ഡിമാൻഡ് തിയറം ഫ്രം RP തിയറം. അതായത് ഡിമാൻഡ് കർവ് വരയ്ക്കാതെ, ഇൻഡിഫറൻസ് കർവ് ഒന്നും ഇല്ലാതെ തന്നെ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് ഫ്രം RP തിയറം. RP തിയറത്തിലൂടെ ഡെറിവേഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് അല്ലെ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നും നമ്മുടെ സാമുവൽസൺ പറയുന്നുണ്ട്. ഓർക്കുക, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഡിഗ്രിക്കാർക്കും അതുപോലെ MA-ക്കാർക്കും ഒക്കെ ഉപകാരമാണ്. തന്നെയുമല്ല, essay ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ essay ക്വസ്റ്റ്യൻ, അതായത് 15 മാർക്ക്, അതല്ലെങ്കിൽ വെയിറ്റുകാർക്കാണെങ്കിൽ 5 വെയിറ്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റിവീൽഡ് പ്രിഫറൻസ് തിയറം പ്ലസ് ഇതുകൂടെ ചേർത്തോണം. ഇത് രണ്ടും കൂടെ ചേർത്ത് വേണം essay എഴുതാൻ. ഓർക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇവിടെ ഇൻട്രഡക്ഷൻ മറ്റേത് തന്നെ മതി, അത് തന്നെ. അപ്പോൾ RP തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഓൾവേസ് റാഷണൽ ഓർ ആക്ച്വൽ ബിഹേവിയർ ഇൻ ദ മാർക്കറ്റ് റിലേറ്റഡ് ടു ഇൻകം ആൻഡ് പ്രൈസ്. സോ ഫ്രം ദിസ് റിവീൽഡ് പ്രിഫറൻസ് തിയറി അക്കോർഡിംഗ് ടു സാമുവൽസൺ, ഡിറൈവിങ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി ഡിറൈവ്ഡ്. ഇതിൽ നിന്ന് ലോ ഓഫ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യാമെന്ന് സാമുവൽസൺ പറയുന്നു. അതിന് ലോ ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് കോൾഡ് അക്കോർഡിംഗ് ടു സാമുവൽസൺ, ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി എന്നാണ് അയാൾ അതിനെ വിളിക്കുന്നത്. ലോ ഓഫ് ഡിമാൻഡ് അക്കോർഡിംഗ് ടു സാമുവൽസൺ ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസ്യൂമർ തിയറി. അതായത് കൺസംഷൻ തിയറിക്കകത്തിലെ ഒരു ഫണ്ടമെൻ്റൽ തിയറമാണ് ഏത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 പാർട്സ്. 2 കാര്യങ്ങളാണ്. ലോ ഓഫ് ഡിമാൻഡ് 2 ഗ്രൂപ്പായിട്ടാണ് ഇയാളിവിടെ പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇൻക്രീസ് ഇൻ മണി ഇൻകം. നമുക്കറിയാം, an increase in money income of a consumer raises demand for more commodity or more purchasing. As income increases, ഡിമാൻഡ് ഫോർ കമോഡിറ്റി ഓൾസോ ഇൻക്രീസസ്. അതാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു പങ്ക് ഇയാൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ മണി ഇൻകം ആൻഡ് ദസ് ഡിമാൻഡ് ഓഫ് കമോഡിറ്റി ഓർ ഡിമാൻഡ് ഫോർ കമോഡിറ്റി ഇൻക്രീസസ്. ദാറ്റ് മീൻസ് എ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദാറ്റ് മീൻസ് ആസ് ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ കമോഡിറ്റി ഓൾസോ ഇൻക്രീസസ്. കാരണം ഇൻകം ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? ഇൻകം കൂടുന്നതിൻ്റെ അനുസരിച്ച് കമോഡിറ്റിയുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും, പർച്ചേസിംഗും കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമാൻഡ് അക്കോർഡിംഗ് ടു RP തിയറം ഓർ സാമുവൽസൺ. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് അയാൾ അതിനെ വിളിക്കുന്നു. ഇനി സെക്കൻഡ് പാർട്ട്, ലോ ഓഫ് ഡിമാൻഡിൻ്റെ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. നമ്മുടെ മാർഷൽ പറഞ്ഞ പോലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. നമുക്കറിയാം, എ ഫോൾ ഇൻ പ്രൈസ് മീൻസ് റൈസ് ഇൻ ക്വാണ്ടിറ്റി ഓർ ഡിമാൻഡ്. എ റൈസ് ഇൻ പ്രൈസ് മീൻസ് ഫോൾ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതാണല്ലോ ഇൻവേഴ്സ് ഓർ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ആസ് ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ കമോഡിറ്റി ഓർ മോർ പർച്ചേസിംഗ് റിസൾട്ട്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഓർ നെഗറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓൺ ദ ബേസിസ് ഓഫ് these 2 conditions of law of demand, that is demand curve or demand curve നമ്മൾ വരയ്ക്കുന്നില്ല, പക്ഷേ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ 2 പാർട്സ്. ഈ 2 കാര്യങ്ങളിലൂടെ നമുക്ക് ഡിറൈവ്ഡ് ഡിമാൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, എഴുതിയെടുത്തോണം. ഞാനങ്ങ് തുടക്കുകയാണ്. ഫസ്റ്റിൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് റൈസ് ഇൻ പ്രൈസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. റൈസിൻ്റെ പ്രൈസ്, അതായത് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് റൈസ് ഇൻ പ്രൈസ്. അത് ആ പടം നിങ്ങൾ നോക്കണ്ട, വളരെ ഭംഗിയായിട്ട് ഞാൻ ഇപ്പുറത്ത് വരച്ച് കാണിക്കാം. OX OY ദാണ്ട് കിടക്കുന്നു.
OX OY. OYയിലാണെങ്കിൽ ഗുഡ് വൈ ഉണ്ട്, OXയിലാണെങ്കിൽ ഗുഡ് എക്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, OXൽ ഗുഡ് എക്സ്, OYയിൽ ഗുഡ് വൈ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ദ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ഇൻകം ലൈൻ ഓഫ് ദ കൺസ്യൂമർ ഈസ് ദ BL. അതായത് പ്രൈസ് ഇൻകം ലൈൻ അല്ലെ ബഡ്ജറ്റ് ലൈൻ അല്ലെ പ്രൈസ് ലൈന് ഇസ് BL. ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? BL ആണെന്ന് വിചാരിക്കുക. അതായത് ഹി ക്യാൻ പർച്ചേസ് OL യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് ഓർ OB യൂണിറ്റ് ഓഫ് ഗുഡ് വൈ. പക്ഷേ നമ്മൾ അതല്ല എടുക്കുന്നത്, കോമ്പിനേഷൻ എടുക്കുന്നത്. സപ്പോസ് ഹിയർ ഹി ക്യാൻ പർച്ചേസ് എ കോമ്പിനേഷൻ, ബെറ്റർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് P എന്ന് പറയുക. P എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കുന്നു. അവിടെ ഇയാളുടെ പർച്ചേസിങ് OM യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് ആൻഡ് ON യൂണിറ്റ് ഓഫ് ഗുഡ് വൈ. ഓക്കെ, BL എന്ന് പറയുന്ന ആ കർവിൽ, അതായത് പ്രൈസ് ഇൻകം ലൈൻ അല്ലെ ബഡ്ജറ്റ് ലൈനിൽ, BL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിൽ അവൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻ്റ് അല്ലെങ്കിൽ അവൻ്റെ സ്ട്രോങ് ഓർഡറിങ് പോയിൻ്റ് P ആണ്. ആ Pയിൽ ഹി ക്യാൻ പർച്ചേസ് OM യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് ആൻഡ് ON യൂണിറ്റ് ഓഫ് ഗുഡ് വൈ. ഇനി നമ്മൾ പറയുന്നു സപ്പോസ് റൈസ് ഇൻ പ്രൈസ്, അതായത് കമോഡിറ്റിയുടെ പ്രൈസ് ഫോർ എക്സ് കമോഡിറ്റി, പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി റൈസസ്. അപ്പോൾ എന്താ ഇൻകം, അവിടെ രണ്ട് കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമൈനിങ് കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രൈസ് ഓഫ് വൈ കമോഡിറ്റി ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. വൈ എന്ന് പറയുന്ന കമോഡിറ്റിയുടെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്, കൺസ്യൂമറിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ല. പക്ഷേ ചേഞ്ച് വരുന്ന എവിടെയാണ്? പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി റൈസസ്. അപ്പോൾ നമുക്ക് മുമ്പത്തേന് എത്രയും വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. ദാണ്ട് കിടക്കുന്നുണ്ടോ? L1 ന്യൂ പർച്ചേസിങ് L1 ആണ്. അപ്പോൾ BL1 എന്താ ഇത് കാണിക്കുന്നത്? റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. നേരത്തെ O മുതൽ L വരെ പർച്ചേസ് ചെയ്യാവുന്ന നമ്മുടെ കൺസ്യൂമറിന് ഇപ്പോൾ O മുതൽ L1 വരെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിക്കോസ് ഓഫ് റൈസ് ഇൻ പ്രൈസ് ഓഫ് എക്സ് കമോഡിറ്റി. ഓക്കെ, അപ്പോൾ എക്സ് കമോഡിറ്റിയുടെ പ്രൈസ് കൂടി, അപ്പോൾ നേരത്തെ ഉള്ളതിൻ്റെ അത്രയും L വരെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടത്തേക്ക് ഏതൊക്കെത്തുള്ളൂ? L1 പർച്ചേസ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലൈൻ വന്ന് കണ്ടോ, BL ലൈൻ, അത് Pയിലൂടെ അല്ല പോകുന്നത്. ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ ഈസ് P. വൈൽ ഡ്രോയിങ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഹി കനോട്ട് ഗെറ്റ് ദ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ദാറ്റ് മീൻസ് ഹി ഈസ് ഡിസാറ്റിസ്ഫൈഡ്. ശരിയല്ലേ? നേരത്തെ BL ആയിരുന്നു നമ്മുടെ ബഡ്ജറ്റ് ലൈന്, അവിടുന്ന് P വരെയുള്ള കമോഡിറ്റി വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ആ കമോഡിറ്റിക്ക് എക്സ് കമോഡിറ്റിയുടെ പ്രൈസ് റൈസ് ചെയ്തു. അപ്പോൾ അവന് ആകെ നിരാശയായിപ്പോയി. പഴയ കോമ്പിനേഷൻ P പർച്ചേസ് ചെയ്യാനൊക്കത്തില്ല, കാരണം പുതിയ പ്രൈസ് ലൈൻ ഏതാണ്? BL1 ആണ്. അത് ആ Pയിലൂടെ പോകുന്നേ ഇല്ല. അപ്പോൾ അവന് ആ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് വേറൊരു ഏതെങ്കിലും ഒരു പോയിൻ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് BL1 നിന്ന് വേറൊരു പോയിൻ്റ് എടുത്താൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എക്സ് കമോഡിറ്റി ഓഫ് P പോയിൻ്റ്. ആ P എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കമോഡിറ്റിയുടെ അത്രയും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം നിരാശനായിരിക്കും. അങ്ങനെ നിരാശനായിരിക്കുന്ന ഇവനെ ഹെൽപ്പ് ചെയ്യാൻ ഗവൺമെൻറ് വരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ്സിഡി ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് the consumer satisfaction. A subsidy line or a subsidy is granted by government. ആ ഗ്രാൻഡ് ചെയ്യുന്ന സബ്സിഡി എന്ന് പറയുന്നത് ഡിഞ്ചനാണ് വരയ്ക്കേണ്ടത്. അതായത് ഈ ബിയുടെ മേളിൽ കൂടെ വന്നിട്ട് Pയിലൂടെ തട്ടി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരണം, കറക്റ്റായിരിക്കണം. കണ്ടോ? അപ്പോൾ ഇതിനെ ഞാൻ CD എന്ന് വിളിക്കുന്നു. CD, അതായത് ആ CD എന്ന് പറയുന്ന ലൈൻ കണ്ടോ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ്സിഡി ലൈൻ എന്ന് വിളിക്കാം. സബ്സിഡിയാണ്, സബ്സിഡി ലൈൻ. അപ്പോൾ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ, ഗവൺമെൻറ് ഗ്രാൻഡഡ് എ സബ്സിഡി ടു ദാറ്റ് കൺസ്യൂമർ. അപ്പോൾ ഇവന് പ്രൈസ് കൂടിപ്പോയി, പ്രൈസ് കൂടിയോണ്ട് പഴയ സാറ്റിസ്ഫാക്ഷൻ പോയിൻ്റ് നിലനിർത്താൻ പറ്റത്തില്ല, വിഷമമാണ്. അത് കണ്ടുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗ്രാൻഡഡ് എ സബ്സിഡി, ഒരു അഡീഷണൽ പ്രൈസ് അല്ലെ ഒരു അഡീഷണൽ ഇൻകം അവന് കൊടുക്കുന്നു, ഒരു സബ്സിഡി ലൈൻ കൊടുക്കുന്നു. ആ സബ്സിഡിയാണ് CD. അത് പോകുന്നത് കണ്ടോ? ഇറ്റ് പാസസ് ത്രൂ the old satisfaction level P in such a way that he may get the old satisfaction once again with the help of that subsidy. കണ്ട? അപ്പോൾ ഒരു സബ്സിഡി ലൈൻ വന്നപ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം വന്നപ്പോൾ, ആ പഴയ സാറ്റിസ്ഫാക്ഷൻ പോയിൻ്റ് Pയിലൂടെയാണ് ആ സബ്സിഡി ലൈൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് ഇപ്പോൾ സ്റ്റിൽ ഹി ക്യാൻ പർച്ചേസ് ദ ഓൾഡ് കോമ്പിനേഷൻ P. കണ്ട? ആ ലൈനിനെ നമ്മൾ എന്ത് വിളിക്കും? സബ്സിഡി ലൈൻ. CDയെ നമ്മൾ സബ്സിഡി ലൈൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുടെ വേണമെങ്കിൽ പറയാം, ഓവർ കോമ്പൻസേഷൻ എഫക്റ്റ്.
ഓവർ കോമ്പൻസേഷൻ എഫക്റ്റ് എന്ന് വേണേൽ പറയാം. ഓവർ കോമ്പൻസേഷൻ എഫക്റ്റ് ഓർത്തോണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കുകയും, ഇവിടെ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അവന് വേണം, അല്ലെങ്കിൽ അവൻ ഡിസാറ്റിസ്ഫൈഡ് ആയിപ്പോവും. അവനെ ഹെൽപ്പ് ചെയ്യാൻ ഗ്രാൻറ്റ് കൊണ്ട് വന്നിരിക്കുകയാണ്, സബ്സിഡി ഗ്രാൻറ്റുമായിട്ട് ഗവൺമെൻറ് വന്നിരിക്കുന്നു. CD എന്ന് പറയുന്ന ലൈൻ, അത് പാസസ് ത്രൂ ദ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ P. ദാറ്റ് മീൻസ് ഹി മേ ഗെറ്റ് ദ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ OM ഓഫ് ഗുഡ് X ആൻഡ് ON ഓഫ് ഗുഡ് Y. ഓക്കെ, ഇതാണ് അവൻ ചെയ്യുന്നത്. യാതൊരു കാരണവശാലും ഇപ്പം ആ സബ്സിഡി ലൈൻ വന്നു, ആ സബ്സിഡി ലൈൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വേണമെങ്കിൽ അവന് ഈ Pയിൽ നിന്ന് താഴോട്ട് വേറൊരു കോമ്പിനേഷൻ എടുക്കാം, അവൻ ചെയ്യത്തില്ല. Pയിൽ നിന്ന് മേപ്പോട്ടൊരു കോമ്പിനേഷൻ എടുക്കാം, ചെയ്യത്തില്ല. കാരണം നേരത്തെ അസംഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ അസംഷൻ എന്ന് തന്നെയാണ്. ഒരു കൺസിസ്റ്റൻസി അസംഷൻ ഇവിടെ ഉണ്ട്. അതനുസരിച്ച് അവൻ ആ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അവൻ ആ P മതി. P എന്ന് പറയുന്ന പൊസിഷനിൽ പഴയതുപോലെ M N. ഓക്കെ, ഇങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ അവന് നെവർ പർച്ചേസ് എ പോയിന്റ് ആഫ്റ്റർ P ഓർ ബിഫോർ P. Pക്ക് മുമ്പോ Pക്ക് ശേഷമോ വേറൊരു പോയിന്റ് അവൻ എടുക്കത്തില്ല. ബിക്കോസ് ഹി ഈസ് കൺസിസ്റ്റൻറ്റ്. അവൻ കൺസിസ്റ്റൻറ്റ് ബിഹേവിയർ ഉള്ളവനാണ്, അതുകൊണ്ട് അവൻ ചെയ്യത്തില്ല. ഇനി ഈ സബ്സിഡി എന്നും നിൽക്കത്തില്ല. സപ്പോസ് ഗവൺമെൻറ് വിഡ്രോൺ ദ സബ്സിഡി, ഗവൺമെൻറ് വിഡ്രോ ചെയ്യുന്നു. സബ്സിഡി വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ BL1 ഈസ് ദെയർ. അതായത് സബ്സിഡി ലൈൻ പിൻവലിച്ചു. അപ്പോൾ അവന് CD-യും ഇല്ല, BL-ഉം ഇല്ല. ഇപ്പോൾ അവൻ്റെ ഉള്ള ബഡ്ജറ്റ് ലൈൻ ഏതേ ഉള്ളൂ? BL1 മാത്രമേ ഉള്ളൂ. BL1. അപ്പോൾ പിന്നെ അവന് ചെയ്യാവുന്ന എന്താ? ഇൻ ദിസ് ലൈന് ഹി ക്യാൻ പർച്ചേസ് അനദർ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് Q എന്ന് കൂട്ടിക്കോ. Q ആ ലൈനിൽ വേർ ഹി ക്യാൻ ഓൺലി പർച്ചേസ് OM1 യൂണിറ്റ് ഓഫ് X കമോഡിറ്റി ആൻഡ് ON1 യൂണിറ്റ് ഓഫ് Y കമോഡിറ്റി. കണ്ടോ, അവനത് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സബ്സിഡി തൽക്കാലത്തേക്കേ ഉള്ളൂ, അതങ്ങ് വിഡ്രോ ചെയ്തു. സബ്സിഡി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹീ ഈസ് ആൾവേസ് റിമെയിൻ ഇൻ ദ ഇൻക്രീസിങ് ബഡ്ജറ്റ് ലൈൻ. ആ ഇൻക്രീസിങ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടല്ലോ, അല്ലെ റൈസ് ഇൻ പ്രൈസ് അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇപ്പോൾ CD-യും ഇല്ല, BL-ഉം ഇല്ല. ഇപ്പോൾ അവൻ്റെ ഉള്ള പ്രൈസ് ഇൻകം ലൈൻ എന്ന് പറയുന്നത് ഏതേ ഉള്ളൂ? BL1 മാത്രമേ ഉള്ളൂ. അതിലൂടെ അവന് പർച്ചേസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈ ആ ലൈനിൽ ഇവൻ പർച്ചേസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? Q ആണ്. ഹി മേ സെലക്ട് എ പോയിന്റ് Q വേർ ഹി ക്യാൻ പർച്ചേസ് OM1 ലെസ് ദാൻ ദാറ്റ് ഓഫ് ഗുഡ് X. അതായത് OM-നേക്കാൾ വളരെ കുറവല്ലേ, അതുപോലെ തന്നെ N1 അല്പം കൂടുതലുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ X കമോഡിറ്റിയുടെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താ? റൈസ് ഇൻ പ്രൈസ് മീൻസ് ഫോൾ ഇൻ ക്വാണ്ടിറ്റി. മുമ്പേ പറഞ്ഞ കറക്റ്റ് കാര്യമായില്ലയോ? അതായത് റൈസ് ഇൻ പ്രൈസ് മീൻസ് ഫോൾ ഇൻ ക്വാണ്ടിറ്റി. അതാണ്ടല്ലേ, പ്രൈസ് കൂടി, അതായത് ഇവിടെ ആയിരുന്ന പ്രൈസ് ഇങ്ങോട്ട് വന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് വരുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ കുറച്ചേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, അതാണ്. അപ്പോൾ നേരത്തെ M വരെ ഉണ്ടായിരുന്നു പർച്ചേസിങ്, ഇപ്പോൾ അത് എത്ര ആയിട്ട് കുറഞ്ഞു? M1 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ആ പോയിന്റ് മാർഷലിൻ്റെ പോയിന്റും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. കാരണം എന്താ? റൈസ് ഇൻ പ്രൈസ് മീൻസ് ഫോൾ ഇൻ ക്വാണ്ടിറ്റി. അതായത് പ്രൈസ് L-ൽ നിന്ന് L1-ലേക്ക് കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? M-ൽ നിന്ന് M1-ലേക്ക് ക്വാണ്ടിറ്റി കുറഞ്ഞു. ഓക്കെ, ഇതാണ് റൈസ് ഇൻ പ്രൈസ് അല്ലെങ്കിൽ സബ്സിഡി ഓവർ കോമ്പൻസേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയും. ഇത് റിപ്പീറ്റ് അടിച്ച് കേട്ടോണം, വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് എനിക്കറിയാം. ഇനിയും നമ്മൾ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്, അതായത് ഫോൾ ഇൻ പ്രൈസ് ആണ്. ഫോൾ ഇൻ പ്രൈസ് ഇപ്പം നമ്മൾ പറഞ്ഞ റൈസ് ഇൻ പ്രൈസ് ആണ്. ഇനി ഫോൾ ഇൻ പ്രൈസ്, ഫോൾ ഇൻ പ്രൈസ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ് അല്ലേ, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് ഫ്രം RP തിയറം. ഇതാ നോക്കൂ, അത് തന്നെ, അതേ സംഭവം തന്നെ. OX-ൽ ഗുഡ് X വരച്ചു, OY-ൽ ഗുഡ് Y വരച്ചു. ഓക്കെ, ഇനി നമ്മൾ മുമ്പലത്തെ പോലെ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് താണ്ട് കിടക്കുന്നു BL. ഒറിജിനൽ ബഡ്ജറ്റ് ലൈന് BL ആണ്. അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോയിന്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ P ആണെന്ന് കൂട്ടുക. ക്വാണ്ടിറ്റി M, OX-ൻ്റെ, Y-യുടെ ക്വാണ്ടിറ്റി N, മുമ്പലത്തെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്ന കോമ്പിനേഷൻ അവൻ സെലക്ട് ചെയ്തു. സപ്പോസ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ദ പ്രൈസ് ഓഫ് X കമോഡിറ്റി ഫാൾസ്. X കമോഡിറ്റി മുമ്പേ കൂടുകയായിരുന്നു, ഇപ്പോൾ കുറയുന്നു. അപ്പോൾ കുറയുമ്പോൾ ന്യൂ ബഡ്ജറ്റ് ലൈൻ കണ്ട അവിടുന്ന് തന്നെ വരച്ചുകൊണ്ട് വരിക. L1 കണ്ട, ന്യൂ ബഡ്ജറ്റ് ലൈൻ L1 ആണ്. കണ്ട, പുതിയ ബഡ്ജറ്റ് ലൈൻ L1. അപ്പോൾ ഹിയർ ഹി മേ ഗെറ്റ് ഓർ ഹി ക്യാൻ പർച്ചേസ് മോർ യൂണിറ്റ്സ് ഓഫ് X കമോഡിറ്റി. കാരണം ബിക്കോസ് ഓഫ് ഫോൾ ഇൻ പ്രൈസ് ഫോൾ ചെയ്തു, തീർച്ചയായിട്ടും പുതിയ ബഡ്ജറ്റ് ലൈൻ BL1 വന്നു. അപ്പോൾ കൂടുതൽ ഇൻകം കിട്ടിയ പോലൊരു ഫീലിംഗ് അവന് വന്നു. ഹി ക്യാൻ പർച്ചേസ് ഓർ ഹി മേ പർച്ചേസ് മോർ യൂണിറ്റ് ഓഫ് X. ഇത് ഗവൺമെൻറ്റിനും അറിയാം.
അവൻ അങ്ങനെ പർച്ചേസ് ചെയ്യും, കാരണം വില കുറയുമ്പോൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമെന്ന് അവൻ അറിയാം, ഗവൺമെൻറ്റിനും അറിയാം. അതുകൊണ്ട് ഗവൺമെൻറ് ഹിയർ അപ്രോച്ചസ് വിത്ത് ടാക്സ് ഓൺ കമോഡിറ്റി ഓൺ കൺസ്യൂമർ. അപ്പോഴത്തേനും നമ്മുടെ ഗവൺമെൻറ് മുമ്പേ സബ്സിഡി കൊടുത്ത ആ ഗവൺമെൻറ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവൻ്റെ മണ്ടേ കൊണ്ടുവന്ന് ടാക്സ് അടിച്ചു. അപ്പോൾ ടാക്സ് അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് റൈസ് ചെയ്യുന്നതിന് തുല്യമായില്ലേ. അപ്പോൾ ഫോളിൻ പ്രൈസാണ്. ഫോളിൻ പ്രൈസ് വരുമ്പോൾ ഇവന് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. ഗവൺമെൻറ് കൊണ്ടുവന്നൊരു ടാക്സ് അങ്ങ് ഏർപ്പെടുത്തും. അങ്ങനെ ടാക്സ് ഏർപ്പെടുത്തുമ്പോൾ അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ കുറയും. പക്ഷേ അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാതിരിക്കത്തക്ക രീതിയിലാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂ ബഡ്ജറ്റ് ലൈൻ ദാറ്റ് ഈസ് പാസിങ് ത്രൂ ദാണ്ട് ഇവിടുന്ന് ഒരു പുതിയ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ പിയിലൂടെ വന്ന് ഇവിടോട്ട് വന്ന് അങ്ങ് നിൽക്കുക. സ്കെയിൽ വെച്ച് വരച്ചോണം, അന്നേരം നല്ല കറക്റ്റായിട്ട് കിട്ടും. അതിനെ ഞാൻ CD എന്ന് വിളിച്ചു. CD, പുതിയ ബഡ്ജറ്റ് ലൈനെ ഞാൻ CD എന്ന് വിളിച്ചു. ആ CDയെ വേണമെങ്കിൽ ടാക്സ് ലൈൻ എന്ന് പറയാം. മഷി കുറഞ്ഞെന്ന് തോന്നുന്നു. സാരമില്ല, ടാക്സ് എന്ന് പറയാം. ആ ലൈനിനെ, അതായത് CD എന്ന്. അപ്പോൾ ആ CD എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ലൈനാണ്. ഇറ്റ് പാസസ് ത്രൂ ദ ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് ദ കൺസ്യൂമർ, ദാറ്റ് ഈസ് P, അല്ലേ? അപ്പോൾ ആ പിയിലൂടെ അപ്പോൾ അവന് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. ടാക്സ് ഏർപ്പെടുത്തിയിട്ടും പഴയ സാറ്റിസ്ഫാക്ഷൻ പോയിൻ്റ് തന്നെ അവന് കിട്ടി. കണ്ടോ? അപ്പോൾ പുതിയ CD എന്ന് പറയുന്ന ലൈനെ എന്ത് വിളിക്കാം? ടാക്സ് ലൈൻ. മുമ്പേ അവിടെ പറഞ്ഞ സബ്സിഡിയാണ്, ഇത് ടാക്സ്. അപ്പോൾ ടാക്സ് ഏർപ്പെടുത്തിയിട്ടും നമ്മുടെ കൺസ്യൂമറിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദ ലൈൻ പാസിങ് ത്രൂ ദ P, ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. കണ്ടോ? ഓൾഡ് സാറ്റിസ്ഫാക്ഷൻ ലെവലിലൂടെ നമ്മുടെ L1-നും L-ൻ്റെ നടുക്ക് വന്ന് നിന്നു. അതാണ് ഇപ്പം നമ്മൾ കണ്ട ടാക്സ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാക്സ് ഏർപ്പെടുത്തി അവന് സാറ്റിസ്ഫാക്ഷൻ പഴയതുപോലെ കിട്ടി. ഇനിയും ഇവിടെ സപ്പോസ് ടാക്സ് ഈസ് വിഡ്രോൺ ബൈ ദ ഗവൺമെൻറ്. മുമ്പേ സബ്സിഡി വിഡ്രോ ചെയ്തതുപോലെ ടാക്സും വേണേൽ ഗവൺമെൻറ് വിഡ്രോ ചെയ്യാം. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ഇയാൾ മോർ ഹാപ്പിയാണ്. ഹി ക്യാൻ പർച്ചേസ് മോർ യൂണിറ്റ്സ് ഓഫ് എക്സ് കമോഡിറ്റി ഫോർ എ ന്യൂ പോയിൻ്റ്. ഇതാണ്ട് പുതിയ ബഡ്ജറ്റ് ലൈൻ വീണ്ടും കിട്ടി. അതിനെ നമ്മൾ Q എന്ന് വിളിച്ചു. പുതിയ ബഡ്ജറ്റ് ലൈൻ Q എന്ന് പറയും. അപ്പോൾ Q എന്ന് പറയുന്ന പുതിയ ബഡ്ജറ്റ് ലൈൻ അവൻ കിട്ടി, പോയിൻ്റ് കിട്ടി. ആ പോയിൻറ്റിലൂടെ അവന് മോർ യൂണിറ്റ്സ് ഓഫ് എക്സ് കമോഡിറ്റി ദാറ്റ് ഈസ് M1, അതുപോലെ Y കമോഡിറ്റി N1. കണ്ട? അപ്പോൾ Q എന്ന് പറയുന്ന പോയിൻ്റ് അവന് കിട്ടി. എന്തുകൊണ്ടാണ് അവന് കിട്ടിയത്? ബിക്കോസ് ടാക്സ് ഈസ് വിഡ്രോൺ ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ടാക്സ് വിഡ്രോ ചെയ്തു. ടാക്സ് വിഡ്രോ ചെയ്തപ്പോൾ ഹി ഈസ് ഹാപ്പി. അയാൾക്ക് വളരെ സന്തോഷമായി പോയി. ഹി ക്യാൻ പർച്ചേസ് മോർ യൂണിറ്റ്സ് ഓഫ് എക്സ് കമോഡിറ്റി. ദാറ്റ് മീൻസ് ദ ന്യൂ പോയിൻ്റ് ഈസ് എ സ്ട്രോങ് ഓർഡറിംഗ് പോയിൻ്റ് ഈസ് Q ആണ്. വേർ ഹി ക്യാൻ പർച്ചേസ് OM, ഇവിടെ ഒരു OU ഇട്ടേക്കണം, OM1 യൂണിറ്റ് ഓഫ് എക്സ് കമോഡിറ്റി ഇൻസ്റ്റെഡ് ഓഫ് OM. കണ്ട? അപ്പോൾ ഇവിടെ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നേരത്തെ കിട്ടിയ OM-ന് പകരം ഇപ്പോൾ എത്ര കിട്ടി? M1 കിട്ടി. ഇവിടെയും മാർഷലിൻ്റെ തിയറി ഓക്കെ ആകുകയാണ്. എന്താ? ഫോൾ ഇൻ പ്രൈസ് മീൻസ് റൈസ് ഇൻ ക്വാണ്ടിറ്റി. കണ്ടോ? പ്രൈസ് കുറഞ്ഞപ്പോൾ, ഫോൾ ഇൻ പ്രൈസ്, എക്സ് കമോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി അവന് പർച്ചേസ് ചെയ്യാൻ പറ്റി. അവൻ M-ൽ നിന്ന് എങ്ങോട്ട് പോയി? M1-ലേക്ക് പോയി, Q എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പോയി. ഇങ്ങനെ ഫോളിൻ പ്രൈസിലും അതുപോലെ അതാണ് അപ്പോൾ ഇവിടുത്തെ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഡിറൈവ് ചെയ്തിരിക്കുകയാണ് RP തിയറത്തിൽ നിന്ന്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, റൈസ് ഇൻ പ്രൈസ് ആൻഡ് RP തിയറം, അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഫോളിൻ പ്രൈസ് ആൻഡ് ലോ ഓഫ് ഡിമാൻഡ് ഓർ RP തിയറം. ഇങ്ങനെ മാത്രമായിട്ടും ചോദിക്കാം. ഇപ്പോൾ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് അല്ലെ ലോ ഓഫ് ഡിമാൻഡ് ഫ്രം RP തിയറം എന്നും പറഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കാം. പക്ഷേ എസ്സേ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെയും ഇതും കൂടെ ചേർത്ത് വേണം എഴുതാൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പർ കിടപ്പുണ്ട്, എന്നെ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.